ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ കിതാബുൽ ജനായിസിൽ നൽകിയ ഹദീസുകളിൽ ചിലതാണ് വിശദീകരിച്ചത്. ഇന്നതിൻ്റെ ബാക്കി ഒന്നാമത്തെ ഹദീസ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് കുഫിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സലാസതി അസ്വാബിൻ ബീദിൻ സഹൂലിയത്തിൻ മിൻ കുർസുഫിൻ ലൈസ ഫീഹാ ഖമീസുൻ വലാ അമാമ വലാ ഇമാമ മുത്തഫഖുൻ അലൈഹി. എന്താ ഉമ്മുൽ മുഅ്മിനീൻ പറയുന്നത് റളിയല്ലാഹു തആല അൻഹ? കുഫിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഫൻ ചെയ്യപ്പെട്ടു. കഫൻ ചെയ്യപ്പെട്ടാൽ പിന്നെ ജനാസ സംസ്കരിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഇത് വസ്ത്രധാരണം, അതാണ് കഫൻ. കഫൻ ചെയ്യപ്പെട്ടു. ഫീ സലാസത്തി അസ്വാബിൻ, 3 വസ്ത്രങ്ങളിൽ, 3 സൗബുകളിൽ. ബീദിൻ വെളുത്ത. സഹൂലിയത്തിൻ എന്ന് പറഞ്ഞാൽ സഹൂൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലമാണ്. റസൂൽ എന്ന് പറയുമ്പോൾ സഹൂൽ, അതിൻ്റെ ഉച്ചാരണം അങ്ങനെയാണ്. യമനിലൊരു സ്ഥലമാണ് സഹൂൽ, അവിടെ നിർമ്മിച്ചത് എന്നർത്ഥത്തിൽ. സഹൂലിയത്തിൻ, സഹൂൽ ദേശത്ത് നിർമ്മിതമായ വെളുത്ത 3 വസ്ത്രങ്ങളിൽ. മിൻ കുർസുഫ് എന്ന് പറഞ്ഞാൽ പരുത്തി, കുത്തുൻ പരുത്തി, മിൻ കുർസുഫ്. അപ്പോൾ പരുത്തിയിൽ നിന്നുള്ള സഹൂൽ ദേശത്ത് നിർമ്മിതമായ വെളുത്ത 3 വസ്ത്രങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ കഫൻ ചെയ്യപ്പെട്ടു. ലൈസ ഫീഹാ ഖമീസുൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഫൻ ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നില്ല ഖമീസ് എന്ന് പറഞ്ഞാൽ കുപ്പായം. വലാ ഇമാമ തലപ്പാവ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഫൻ ചെയ്യപ്പെട്ടപ്പോൾ അതിലെന്തില്ല? തലപ്പാവില്ല, ഖമീസില്ല. 3 ഈ ലഫീഫ് എന്നതിന് പറയാം, ലഫീഫ് 3 പുറ വസ്ത്രമായിരുന്നു. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഇത് കൊണ്ടുവന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ സംസ്കരിക്കുന്നതിന് മുമ്പ് സഹാബത്ത് റസൂലുള്ളാഹിയെ കഫൻ ചെയ്തപ്പോൾ സഹൂൽ ദേശത്ത് നിർമ്മിച്ച 3 വെള്ള വസ്ത്രത്തിലാണ്. ആ 3 വെള്ളയും ലഫീഫ്, എന്തായിരുന്നു, പൊതയായിരുന്നു. അതിൽ ഖമീസില്ല, ഇമാമയില്ല. അതുകൊണ്ട് ജനാസ കഫൻ ചെയ്യാൻ ഏറ്റവും അനുയോജ്യം 3 വസ്ത്രങ്ങളാണ്, വെളുത്ത വസ്ത്രങ്ങൾ. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. ഇത് ഇമാം ബുഖാരി മുസ്ലിമും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. രണ്ടാമത്തെ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസാണ്. വഅൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ ഖാൽ لما توفي عبد الله بن أبي جاء ابنه إلى رسول الله صلى الله عليه وسلم فقال أعطني قميصك أكفنه فيه فأعطاه إياه. ഇത് മുത്തഫഖുൻ അലൈഹി അല്ലേ? ഹദീസ് മുത്തഫഖുൻ അലൈഹി. ايش فأعطاه ترى يا ولا أعطاه ما في مشكلة. إياه أنا أظن نقول توكيد يا من ديتنا ما في مشكلة. فأعطاه ده. طيب عبد الله بن عمر رضي الله تعالى عنه പറയണം لما توفي عبد الله بن أبي അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് മരണപ്പെട്ടപ്പോൾ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് മരണപ്പെട്ടപ്പോൾ ജാഅ ഇബ്നുഹു, അദ്ദേഹത്തിൻ്റെ മകൻ വന്നു, ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. ഫഖാൽ, എന്നിട്ട് ഈ മകൻ ചോദിച്ചു, അഅ്തിനി ഖമീസക്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കണം, അഅ്തിനി നിങ്ങൾ തരണം എനിക്ക്, ഖമീസക് നിങ്ങളുടെ ഖമീസ് കുപ്പായം, ഉകഫിനുഹു ഞാൻ അദ്ദേഹത്തെ കഫൻ ചെയ്യും, ഫീഹി അതിൽ, വാപ്പനെ കഫൻ ചെയ്യും. ഫഅഅതാഹു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖമീസ് അബ്ദുല്ലാഹ്ക്ക് നൽകി. ഫഅഅതാഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖമീസ് അദ്ദേഹത്തിന് നൽകി. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത് കഫൻ ചെയ്യുമ്പോൾ ഖമീസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുവദനീയമാണ്. പക്ഷേ ഏറ്റവും ഉത്തമം ഏതാണ്? ഏറ്റവും ഉത്തമം 3 വസ്ത്രം പൊത എന്നുള്ളത് അറിയിക്കാനാണ്.
ഇവിടെ ഇതിലുള്ള ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് വഫാത്തായപ്പോൾ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ അൽ ഖസ്റജി, ഇദ്ദേഹം ബനു ഖസ്റജ് ഗോത്രക്കാരനാണ്, മദീനക്കാരനുമാണ്. ഇയാണ് കപട വിശ്വാസികളുടെ നേതാവ്, റഈസുൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ റഈസായിരുന്നു ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്. ബനു ഖസ്റജ് ഗോത്രക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടങ്ങാത്ത വിദ്വേഷവും അസൂയയും ഉണ്ടായിരുന്ന ആളായിരുന്നു ആര്? ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്. ചരിത്രം അതിൽ കുറേ വിശാലമായ ഒരു ചരിത്രമാണ്. ഇയാൾ വളരെയധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട്, മാനസികമായും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ദ്രോഹിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് അപവാദം പറഞ്ഞത് അതിൻ്റെ തല ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അൽ അദൽ, ഏറ്റവും നിന്ദ്യൻ എന്ന് വിശേഷിപ്പിച്ചത് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുനാഫിഖീൻ്റെ അവതരണം പ്രത്യേകിച്ച് ഇയാളുടെ വിഷയത്തിലാണ്. അതേപോലെ തന്നെ മുനാഫിഖുകളുമായി ബന്ധപ്പെട്ട വേറെയും ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്, അത് ഇയാളുടെ വിഷയത്തിലാണ്. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബരിഹി, കപടവിശ്വാസികളിൽ മരിച്ചവരുടെ മേൽ നിസ്കരിക്കരുത്, അവരുടെ ഖബറിനരികിൽ നിൽക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയോട് വിലക്കിയത് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചാണ്. അപ്പോൾ വളരെ ദുഷ്ടനായിരുന്നു ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്. അയാൾ മരിച്ചപ്പോൾ ജാ ഇബ്നുഹു, അയാളുടെ മകൻ വന്നു. മകൻ്റെ പേരും അബ്ദുള്ളയാണ്. ജാ ഇബ്നു, അയാളുടെ മകൻ അബ്ദുള്ള വന്ന് ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. ഫഖാൽ, എന്നിട്ട് അയാൾ ചോദിച്ചു, ഈ മകൻ ചോദിച്ചു, ആതിനി ഖമീസക്, ആതിനി നിങ്ങൾ എനിക്ക് തരണം, ഖമീസക് നിങ്ങളുടെ കുപ്പായ. റസൂലുള്ളാഹിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖമീസ് ചോദിച്ചു. എന്തിന്? ഉകഫിനുഹു, അബ്ദുള്ള വാപ്പ ഉണ്ടല്ലോ, വാപ്പയെ കഫൻ ചെയ്യാൻ, ഞാൻ വാപ്പയെ കഫൻ ചെയ്യും, ഫീഹി, അതിൽ, നിങ്ങളുടെ ഖമീസിൽ. ഫഅതാഹു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖമീസ് അയാൾക്ക് നൽകി എന്നുള്ളതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖമീസിലാണ് ഈ അബ്ദുള്ള കഫൻ ചെയ്യപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്, ജനാസ നിസ്കരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ കാഫിറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെയാണ് വിലക്കിയത്, ലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ, കപട വിശ്വാസികളിൽ നിന്ന് മരിച്ച ഒരാൾക്കും നിങ്ങൾ ഒരിക്കലും നിസ്കരിക്കരുത്, വലാ തഖും അലാ ഖബരി, അവരുടെ കബറങ്ങ് നിൽക്കും ചെയ്യരുത് എന്ന് പറഞ്ഞ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കപടന്മാർക്ക് നിസ്കരിച്ചിട്ടില്ല. അതായത് പിന്നെ അവർ തമ്മിൽ സംസാരം ഉണ്ടായപ്പോൾ അവർക്കൊരു ഉറക്കം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല. എല്ലാവരും ഉറങ്ങിയിട്ട് ഇങ്ങനെ തൂങ്ങി താഴെ കുത്തി. അപ്പോൾ വീട്ടിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് പിന്നെ റസൂലുള്ളാഹിനെ ആ വസ്ത്രത്തിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇല്ല അതിൽ ഖമീസില്ല, ഇമാമല്ല, റസൂലുള്ള ഖമീസായിരുന്നു ധരിച്ചിരുന്നത്, മനസ്സിലെ. കുളിപ്പിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടില്ല, റസൂലുള്ളാഹിൻ്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം നീക്കിയിട്ടില്ല, അതിൽ തന്നെ ഇട്ടിട്ട് വരയ്ക്കുക ചെയ്തത്. അലി റളിയല്ലാഹു തആല അൻഹു വരച്ചു. പിന്നെ മറ്റുള്ളവർ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു, പിന്നെ കുസുമും പിന്നെ ഫضലൊക്കെ ചാരിയിരുത്തി, അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ വസ്ത്രം ഇതാക്കിയിട്ടുണ്ട്, മനസ്സിലായി. ഞാൻ പറയാം. ഏതായാലും അബ്ദുള്ള ഇബ്നു ഉബയ്യിൻ്റെ മകൻ വന്നു. റസൂലുള്ളാഹിനോട് ആയത്തിനി ഖമീസൊക്കെ, നിങ്ങളുടെ ഖമീസ് തരണം എന്ന് പറഞ്ഞ്. എന്തിന്? വാപ്പാനെ കഫൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിൽ കഫൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഖമീസ് കൊടുത്തു എന്നാണ്. ഇവിടെ ഈ ഖമീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് ഇയാൾക്ക് നൽകിയതെന്നാണ്. കപട വിശ്വാസികളുടെ നേതാവല്ലേ. അതേപോലെ തന്നെ ഇയാൾ ഭയങ്കര ദുഷ്ടനാണ്. ഒരിക്കലും ഒരു മുഅ്മിനെ അയാളെ സ്നേഹിക്കാൻ പാടുള്ളതല്ല. മുഅ്മിനൊരു സ്നേഹം, വിശ്വാസി എന്നുള്ളവർക്ക് സ്നേഹം പാടുള്ളതല്ല. കാരണം അത്ര ഇസ്ലാമിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ദ്രോഹം വരുത്തിയ ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്. അയാൾ കപട വിശ്വാസികളുടെ നേതാവും നരകത്തിൻ്റെ അടിത്തട്ടിൽ കത്തുന്ന മനുഷ്യനുമാണ്. അപ്പോൾ അയാളുടെ ഒരു മഹബത്ത് ഉണ്ടാകുന്നുള്ളത് പാടുള്ളതല്ല. പക്ഷേ ഇവിടെ മകൻ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ ആത്തിനി ഖമീസക ഉകഫിനുഹു ഫീഹി, വാപ്പാനെ അതിൽ കഫൻ ചെയ്യാൻ. അതൊരു സ്നേഹം കൊണ്ടാണ്, വാപ്പാനോടുള്ള സ്നേഹം കൊണ്ടാണ് ആ പറയുന്നത്. ആ സ്നേഹം ഏത് സ്നേഹമാണ്? അത് മനുഷ്യൻ്റെ പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഊട്ടിയ സ്നേഹമാണ്, അല്ലേ. ഓരോ മനുഷ്യനും തൻ്റെ വാപ്പയും ഉമ്മയും ആരായാലും, മുസ്ലിം ആയാലും കാഫിറായാലും, അയാളോട് എന്താകും? പ്രകൃതി ഒരു സ്നേഹം ഉണ്ടാവും. വാപ്പയാണ് ഉമ്മയാണ്, അച്ഛനാണ് അമ്മയാണ്, മാതാവാണ് പിതാവാണ്, ആ പ്രകൃതിയിലുള്ള സ്നേഹം. ആ സ്നേഹം അതിൻ്റെ തേട്ടാണ് ഇത് ചോദിച്ചത്. അല്ലാതെ പിന്നെ അയാളുടെ ആദർശം ഉൾക്കൊള്ളുമാർ അദ്ദേഹത്തോണ്ടുള്ള സ്നേഹമല്ല. അതാണ് വിരോധിക്കപ്പെട്ടത്. നമ്മൾ ഈ വലാ ബറായിൻ്റെ മസല പറയുമ്പോൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രകൃതിയിൽ ഊട്ടിയ സ്നേഹം അതൊരാൾക്ക് നേരെ നമ്മളിൽ നിന്നുണ്ടാകുന്നത് ഒരിക്കലും എതിരല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുമില്ല. അതുകൊണ്ടാണ് അസ്മാ റളിയല്ലാഹു തആല അൻഹയെ കാണാൻ വേണ്ടിയിട്ട് ഖുതൈല ബിൻത് അബ്ദുൽ ഉസ്സ വന്ന്, അബൂബക്കറുള്ളാഹിൻ്റെ ഭാര്യ.
അപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിക്കാണ് അസ്മ വന്നിട്ട് ഞാൻ എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട് കാണാൻ, എൻ്റെ ഉമ്മനോട് ഞാൻ ബന്ധം ചേർക്കട്ടെ ചോദിച്ചപ്പോൾ സിലി ഉമ്മയ്ക്ക് ഉമ്മനോട് ബന്ധം ചേർക്കാനാണ് പറഞ്ഞത്. കാരണം എന്താ, അത് പ്രകൃതിയ അള്ളാഹു മനുഷ്യരിൽ ഊട്ടിയ സ്നേഹമാണ്. അതെല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്, എല്ലാ മനുഷ്യന്മാർക്കുണ്ട്. അതേസമയം അവരുടെ ആദർശം പുൽകുമാർ അവരോടുള്ള മഹബത്തും വിശ്വാസികളോടുള്ള സ്നേഹവും ഉണ്ടല്ലോ, ബാധ്യത നിർവഹണമൊക്കെ, അതാണ് വല ബറാൻ്റെ വിഷയത്തിൽ പാടില്ലാത്തത്. ഏതായാലും ഈ മഹാദുഷ്ടനായ മനുഷ്യനോട് അയാളുടെ മകൻ അബ്ദുള്ള, അയാൾ സാലിഹായ പുത്രനായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനോട് വന്നിട്ട് ഈ അബ്ദുള്ള പറയുന്നുണ്ട്, വാപ്പാനെ കൊല്ലണമെങ്കിൽ ഞാൻ കൊന്നോളാം, നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ വാപ്പാനെ കൊന്നോളാം. പക്ഷെ വേറൊരാൾ കൊന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാളോട് എനിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലോ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ള കൊല്ലരുതെന്ന് പറയണം, വാപ്പാനെ കൊല്ലരുത് എന്ന് പറയണം. എന്നാലും ഇദ്ദേഹം മദീനയിലേക്ക് ബനു മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞിട്ട് ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ വരുമ്പോൾ വഴിയിൽ വാപ്പാനെ തടയുണ്ട്. എന്നിട്ട് ഇയാൾ പറഞ്ഞിരുന്നത് റസൂലുള്ളാഹിനെ മദീനത്തേക്ക് കടത്തൂല്ല എന്നാണ്. ല യുഖ്രിജൻ അൽ ആഇസു മിനൽ അദൽ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മകൻ വന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സമ്മതിക്കാതെ നിങ്ങൾ മദീനത്തേക്ക് കയറാൻ പാടില്ല എന്നാണ്. അപ്പോൾ അത്ര നല്ല ദീനുള്ള ഒരാളായിരുന്നു ഈ മകൻ അബ്ദുള്ള. ഏതായാലും ഖമീസ് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. അത് നൽകാൻ കാരണം ബദർ യുദ്ധം കഴിഞ്ഞിട്ട് മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് യുദ്ധബന്ദികളിലുണ്ട്. അദ്ദേഹം മുശ്രിക്കുകളുടെ കൂടെ പുറപ്പെട്ടതല്ലേ, യുദ്ധബന്ദികളുടെ കൂടെ ഉണ്ട്. അങ്ങനെ അബ്ബാസ് മദീനത്തെത്തിയപ്പോൾ അബ്ബാസിന് വസ്ത്രം ഉണ്ടായിരുന്നില്ല ധരിക്കാൻ. അപ്പോൾ അന്ന് അബ്ബാസിന് വസ്ത്രം നൽകിയത് ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈയാണ് ധരിക്കാൻ. അത് റസൂലുള്ളാഹിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയിട്ടില്ല, മനസ്സിലല്ലേ. അപ്പോൾ അതിനൊരു പ്രതിഫലം എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്തത്, റസൂലുള്ളാഹി ആ വസ്ത്രം നൽകിയത് അദ്ദേഹത്തെ മറമാടാൻ വേണ്ടിയിട്ട്. അത് ചരിത്രത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഖമീസ് എന്തിനു നൽകി അബ്ദുള്ളാക്ക്, അത് ബദറിൽ ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിൻ്റെ പിതൃവ്യൻ അബ്ബാസിന് അബ്ദുള്ള നൽകിയ ആ ഖമീസിന് പകരമായിട്ടാണ് റസൂൽ എന്ത് ചെയ്തത്, ഈ ഖമീസ് നൽകിയത് എന്നുള്ളതാണ്. ഏതായാലും ആദർശവും ഈമാനും ഉണ്ട് എങ്കിൽ അതാണ്, അതുകൊണ്ടാണ് രക്ഷ മനുഷ്യന്. അതില്ല എങ്കിൽ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രത്തിൽ അയാളെ മറമാടി കഫൻ ചെയ്ത് റസൂലുള്ള അദ്ദേഹത്തിന് ജനാസ നിസ്കരിച്ച് റസൂലുള്ള അദ്ദേഹത്തിൻ്റെ കബറിനരികിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല, അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, ഒരു കാര്യം ഉണ്ടായില്ല. കാരണം എന്താണ്, ഒരാൾക്ക് അയാൾക്ക് അയാളുടെ ചെയ്തികൾ അനുകൂലമായില്ല എന്നുള്ളതാണ്. ഇവിടെ ഉഖഫിനു ഫഅതാഹു, ആ ഖമീസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകൻ അബ്ദുള്ളാക്ക് നൽകിയെന്നാണ്. അതാഹു, അതിനെ നൽകി. ഇവിടെ ഇയാഹു എന്ന് വന്നിട്ടുണ്ട് അല്ലേ. ഇയാഹു എന്നാകുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് നൽകി. അതാഹു ഇയാഹു, അബ്ദുള്ളക്ക് അതിനെ നൽകി. അത എന്നുള്ളതുണ്ടല്ലോ, നൽകി. എന്ത് നൽകി, ആർക്ക് നൽകി? നൽകിയത് ഖമീസാണ്. ആർക്കാണ് നൽകിയത്? ഇയാഹു, അബ്ദുള്ളക്കാണ് നൽകിയത്. തൗക്കീദ് എന്നുള്ളത് ശരിയല്ല, അതാഹു ഇയാഹു എന്നാണ്. അതിനെ അദ്ദേഹത്തിന് നൽകിയതാണ്, വസ്ത്രത്തെ അബ്ദുള്ളക്ക് നൽകി. മുത്തഫഖുൻ അലൈഹിയാണ് ഹദീസ്. ഇനി അടുത്ത ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ ഹദീസ് അല്ലേ. വഅൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇൽബസു മിൻ സിയാബികുമുൽ ബീദ് ഫഇന്നഹാ മിൻ ഖൈരി സിയാബികും വകഫിനു ഫിഹാ മൗതാകും വകഫിനു ഫിഹാ മൗതാകും. ഇത് റവാഹുൽ ഖംസ ഇല്ല നസായി വസഹഹു തുർമുദി അല്ലേ. തുർമുദിന്റെ തസ്ഹീഹുൽ ഹദീസാണ്. വഅൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിവേദനം, അദ്ദേഹം പറയാണ് സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഇൽബസു മിൻ സിയാബികും, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ ധരിക്കുക. അൽ ബീദ്, വെളുത്തത്, വെളുത്ത വസ്ത്രം ധരിക്കുക. ഫഇന്നഹ മിൻ ഖൈരി സിയാബികും, കാരണം വെളുത്ത വസ്ത്രം നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രമാണ്. വകഫിനു ഫിഹ, ആ വസ്ത്രങ്ങളിൽ നിങ്ങൾ കഫൻ ചെയ്യുക. മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചവരെ, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ. അപ്പോൾ വെള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുക, അത് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠപ്പെട്ടതാണ് വെള്ള എന്നുള്ളത്. വകഫിനു ഫിഹ മൗതാക്കും, അതിൽ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ നിങ്ങൾ കഫൻ ചെയ്യുകയും ചെയ്യുക. ബയാന്നും ബീദും, നിങ്ങളിലെന്താ ബയാം ബീദ് ബയാന്ന് പറഞ്ഞു. ഇത് റവാഹുൽ ഖംസ ഇല്ല നസായി, അപ്പോൾ അഹ്മദ്, അബൂദാവൂദ്, തുർമുദി, ഇബ്നു മാജ. പേര് 4 പേരാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹദീസ് സഹിഹാണ്. ഈ ഹദീസിനെ കുറിച്ച് ഹദീസ് വേറെ പിന്നെ ഇബ്നു അബ്ബാസ് അല്ലാത്തവർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ ദർദാ, സമുറ, അനസ് വരുന്നൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹദീസ് സഹിഹാണ്. ഈ ഹദീസ് എന്തിനാണ് കൊണ്ടുവന്നത്? വെള്ള വസ്ത്രമാണ്
ജനാസ കഫൻ ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം എന്നുള്ളത് അറിയിക്കാനാണ് ഇബ്നു ഹജർ ഇവിടെ അത് കൊണ്ടുവന്നത്. അടുത്ത ഹദീസ് ജാബിറിൻ്റെ ഹദീസാണ്. വഅൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കഫന അഹദുകും അഖാഹു ഫൽയുഹ്സിൻ കഫനഹു റവാഹു മുസ്ലിം അല്ലേ, റവാഹു മുസ്ലിം. അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, അദ്ദേഹം പറയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇദാ കഫന അഹദുകും, നിങ്ങളിൽ ഒരാൾ കഫൻ ചെയ്താൽ അഖാഹു തൻ്റെ സഹോദരനെ കഫൻ ചെയ്താൽ ഫൽയുഹ്സിൻ കഫനഹു, ഫൽയുഹ്സിൻ അവൻ നന്നാക്കട്ടെ കഫന. ചില റിപ്പോർട്ടുകളിൽ ഫൽയുഹസ്സിൻ എന്നും അല്ലേ, നിങ്ങളിൽ എന്താ യുഹസ്സിൻ ആണോ യുഹ്സിൻ ആണോ? യുഹ്സിൻ, സീന് ശബ്ദില്ലാതെ. യുഹസ്സിൻ ഉണ്ടോ? യുഹസ്സിൻ ഉണ്ട്, രണ്ടും ഉണ്ട്. ഫൽയുഹ്സിൻ അല്ലെങ്കിൽ ഫൽയുഹസ്സിൻ അവൻ നന്നാക്കട്ടെ കഫനഹു സഹോദരനെ കഫൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സഹോദരൻ്റെ കഫൻ. റവാഹു മുസ്ലിം, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത്. എന്താ ഈ ഹദീസ് അറിയിക്കുന്നത്? ഇദാ കഫന അഹദുകും അഖാഹു ഫൽയുഹസ്സിൻ കഫനഹു, അവൻ്റെ കഫൻ നന്നാക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ വസ്ത്രമായിരിക്കണം, വെളുത്ത വസ്ത്രമായിരിക്കണം അല്ലേ, വെളുത്തത് പുതിയത്. പിന്നെ കഫൻ ചെയ്യണത് എങ്ങനെയായിരിക്കണം? അത് പിന്നെ ഒരു സൗമ്യതയിലായിരിക്കണം. ഒന്നായിട്ട് കെട്ടിക്കൂട്ടുക എന്നുള്ളത് പാടുള്ളതല്ല, മാന്യമായ രീതിയിലായിരിക്കണം കഫൻ ചെയ്യേണ്ടത്. അതാണ് അറിയിക്കുന്നത്. വെളുത്തതും പുതിയതുമായ വസ്ത്രത്തിൽ, അതേപോലെ തന്നെ സൗമ്യമായ നിലക്ക് കഫൻ ചെയ്യുക, അതാണ് ഇവിടെ ഉദ്ദേശം. ഇദാ കഫന അഹദുകും അഖാഹു ഫൽയുഹ്സിൻ കഫനഹു റവാഹു മുസ്ലിം. അടുത്ത ഹദീസ് ജാബിറിൽ നിന്ന് തന്നെയാണ്. വഅൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഖാൽ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്മഉ ബൈന റജുലൈനി മിൻ ഖത്ല ഉഹുദിൻ ഫീ സൗബിൻ വാഹിദ് ثم يقول أيهم أكثر أخذا للقرآن فيقدمه في اللحد ولم يغسلوا ولم يصلي عليهم. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ് കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യജ്മഉ ബൈന റജുലൈനി മിൻ ഖത്ല ഉഹദ്, ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരിൽ നിന്ന് രണ്ടാളുകളെ റസൂൽ എന്ത് ചെയ്യും? ഒന്നിപ്പിക്കും. ഫി സൗബിൻ വാഹിദ്, ഒരൊറ്റ വസ്ത്രത്തിൽ, ഒരു വസ്ത്രത്തിൽ രണ്ടാളുകളെ ഒന്നിപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്ത്രത്തിലാണ് രണ്ടാളുകളെ എന്ത് ചെയ്തിരുന്നത്? പൊതിഞ്ഞിരുന്നത്. സുമ്മ യഖൂൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും അയ്യുഹും അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ, അവരിൽ രണ്ടു പേരിൽ ആരാണ് കൂടുതൽ ഖുർആൻ പഠിച്ചത്? അയ്യുഹും, അവരിൽ ആരാണ് അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ, ഖുർആൻ കൂടുതൽ സ്വീകരിച്ചത്, പഠിച്ചത് എന്ന് ചോദിക്കും. ഫയുഖദ്ദിമുഹു, എന്നിട്ട് ആ കൂടുതൽ പഠിച്ചവനെ മുന്തിപ്പിക്കും ഫിൽ ലഹദ്, എവിടേക്ക്? ലഹദിലേക്ക്, ഖബറിലേക്ക്. വലം യുഗസ്സലു, ഉഹുദിൽ നിന്ന് ഷഹീദായവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായവർ റസൂലുള്ളാഹി വലം യുഗസ്സലു, അവർ കുളിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ്, അവരെ കുളിപ്പിച്ചിട്ടില്ല. വലം യുസല്ലി അലൈഹിം, അവരുടെ മേൽ നമസ്കരിച്ചിട്ടുമില്ല, അവരുടെ മേൽ നിസ്കരിച്ചിട്ടുമില്ല. വലം യുസല്ല അലൈഹി, എല്ലാവരിലും അങ്ങനെ യുസല്ല അലൈഹിം, അവരുടെ മേൽ നമസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടില്ല, അവരുടെ മേൽ നമസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടും ഇല്ല. ഇവിടെ ഈ ഹദീസ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് കൊണ്ടുവന്നത് കുറേ മസാലകൾ മനസ്സിലാക്കാനാണ്. ഒരു വസ്ത്രത്തിൽ ഒന്നിലേറെ ആളുകൾ എന്ത് ചെയ്യാം? കഫൻ ചെയ്യാം. പക്ഷേ അത് ഒരു സാർവത്രിക നിയമമല്ല. കാരണം എന്താ? 3 വസ്ത്രങ്ങളിൽ ഒരാളെ കഫൻ ചെയ്യുക എന്നുള്ളതാണിത് സുന്നത്ത്. പക്ഷേ അനിവാര്യ ഘട്ടങ്ങളും നിർബന്ധ സാഹചര്യങ്ങളും ഉണ്ടായി. കുറേ ആളുകൾ ഒന്നായി മരിച്ച് എല്ലാവരെയും വേറെ വേറെ കഫൻ ചെയ്യാൻ സൗകര്യമില്ല. എങ്കിൽ എന്ത് ചെയ്യാം? ഒന്നിലേറെ ആളുകളെ ഒരു തുണിയിൽ പൊതിയാം, ഒരു തുണിയിൽ കഫൻ ചെയ്യാം. അവിടെ ഒരു വസ്ത്രം 3 വസ്ത്രമാണ് വേണ്ടത്. പക്ഷേ ഒരു വസ്ത്രത്തിൽ കഫൻ ചെയ്യാം. ഒരു വസ്ത്രത്തിൽ തന്നെ ഒന്നിലേറെ ആളുകളെ പൊതിയാം. ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടെങ്കിൽ, നിർബന്ധ സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ, ഒരു കബറിൽ ഒരാളെ കഫൻ മറമാടുക എന്നുള്ളതാണ്. പക്ഷേ മറമാടുമ്പോൾ ഒന്നിലേറെ ആളുകൾ ഒരു കബറിൽ മറമാടായപ്പോൾ ഇതേപോലത്തെ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉഹുദ് യുദ്ധത്തിൽ 70 ആളുകൾ ഷഹീദായില്ലേ? 70 ആളുകൾ ഷഹീദായി. അന്ന് പിന്നെ ഉഹുദിൻ്റെ ആ സാഹചര്യം നടത്തണമെങ്കിൽ മണ്ണ് ഒഴിക്കാൻ ഭയങ്കര പ്രയാസമാണ്. മരിച്ചോലെ ശുഹദാക്കൾ അവിടെ തന്നെ മറമാടണ്ടേ, അപ്പോൾ അവിടെ കുഴിക്കാൻ പ്രയാസം. പിന്നെ 70 ആളുകളുണ്ട്. പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും വസ്ത്രമല്ല, എല്ലാവർക്കും പൊതിയാൻ മാത്രം വസ്ത്രമല്ല. തല മറച്ചിട്ടുണ്ടെങ്കിൽ കാല് വെളിപ്പെടും, കാല് മറിച്ചിട്ടുണ്ടെങ്കിൽ തല വെളിപ്പെടും, ഇങ്ങനെയാണ്. അപ്പോൾ കാലുമ്മേ പുല്ല് ഇറച്ച് വെച്ചിട്ട് തല മൂടിയിട്ടാണ് മറമാടിയത്, ഒരു വസ്ത്രത്തിൽ തന്നെ.
ചിലർക്ക് അതിനുമില്ല. അതുകൊണ്ടാണ് സഫിയ റളിയല്ലാഹു തആല ഹംസത്ത് വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ 2 വസ്ത്രമായിട്ട് വരികയാണ് ഹംസനെ പൊതിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ പിന്നെ ഹംസനെ പൊതിയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഒരു അൻസാരിക്ക് ഒരു വസ്ത്രവും ഇല്ലാതെ കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വസ്ത്രം എടുത്തിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, അൻസാരിക്ക് കൊടുത്തിട്ട് ഒരു വസ്ത്രത്തിലാണ് ഹംസത്തിനെ കഫൻ ചെയ്യുന്നത്. ഏതായാലും അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വസ്ത്രത്തിൽ ഒന്നിലേറെ ആളുകളെ എന്ത് ചെയ്തു, ജമ്മാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, പിന്നെ അവരെ സംസ്കരിച്ചു എന്നുള്ളതാണ്. അത്തരം സാഹചര്യങ്ങൾ അതാവാം എന്നുള്ളതാണ് അത് അറിയിക്കുന്നത്. ഖബറിലേക്ക് മുന്തിപ്പിക്കുമ്പോൾ ഖുർആൻ കൂടുതൽ പഠിച്ചവരെയാണ് മുന്തിപ്പിക്കേണ്ടത്. അത് ഖുർആൻ പഠിക്കുന്നതിൻ്റെ മഹത്വവും ഖുർആൻ പഠിച്ചവർക്കുള്ള മഹത്വമാണ്. ആദ്യം ഖബറിലേക്ക് വെച്ച റസൂൽ ആരെയാണ്? റസൂൽ ചോദിക്കും, ആരാണ് ഖുർആനിൽ കൂടുതൽ പഠിച്ചത്? എന്നിട്ട് അവരെ ഫയുഖദ്ദിമുഹു ഫിൽ ലഹദ്, ലഹദിലേക്ക് മുന്തിപ്പിക്കും. ലഹദ് പറഞ്ഞാൽ ഖബർ 2 രീതിയിലാണ്, ഒന്ന് ഷക്കും മറ്റൊന്ന് ലഹദും. ഷക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു വലിയ ഖബറും പിന്നെ ഒരു കീഴ് ഖബർ കുഴിച്ചില്ല, അതാണ് ഷക്ക്. ലഹദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർശ്വത്തിലേക്ക് ചെരിച്ച് കുഴിക്കണത്. വലം യുഗസ്സലു, ഈ ഉഹുദിൽ ഷഹീദായവർ അവർ കുളിപ്പിക്കപ്പെട്ടിട്ടില്ല, അവരുടെ മയ്യത്ത് കുളിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇവരെ മയ്യത്ത് കുളിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ മുറിവേറ്റു രക്തം വലിച്ചവരാണ്. അതേ രീതിയിൽ അവരെ കഫൻ ചെയ്യണം. എന്നിട്ട് അതേ രീതിയിൽ അവരെന്ത് ചെയ്യണം, അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കണം. അവർ രക്തം വലിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കും. രക്തത്തിന് ചുവന്ന കളറാണെങ്കിലും അവരുടെ രക്തത്തിന് കസ്തൂരിയുടെ മണമായിരിക്കും എന്നുള്ളതാണ്. വല്ലൗനു ലൗനുദ്ദം വരീഹു റീഹുൽ മിസ്ക്, രക്തത്തിൻ്റെ കളറ് ചുവപ്പായിരിക്കും, പക്ഷേ അതിൻ്റെ മണം കസ്തൂരിയുടെ മണമായിരിക്കും. അങ്ങനെയാണ് അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുക. അതിനു വേണ്ടിയിട്ടാണ് കുളിപ്പിക്കാതെ ശുഹദാക്കളെ മറമാടണം എന്ന് പറഞ്ഞത്. വലം യുസല്ല അലൈഹിം, അവരുടെ മേൽ നമസ്കാരവും നിർവഹിക്കപ്പെട്ടിട്ടില്ല. ഉഹുദിൽ ഷഹീദായവരെ നിസ്കരിക്കാതെയാണ് എന്ത് ചെയ്ത് മറമാടിയത്. പക്ഷെ അവിടെ ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് ഇവർ മറമാടപ്പെട്ട് 8 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് സലാത്ത് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് ഹനഫികൾ ഷഹീദിനെ നിസ്കരിക്കണം എന്നുള്ള വീക്ഷണക്കാരാണ്. അവർ ഈ ഹദീസ് കൊണ്ട് തെളിവെടിച്ചിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദ് ശുഹദാക്കൾക്ക് റസൂലുള്ള വഫാത്താകുന്നതിന് മുമ്പ് നിസ്കരിച്ചത് അത് അവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ഇതാണ്. സഹാബത്തിനൊന്നും ആരും റസൂല വിളിച്ചിട്ടില്ല. സഹാബത്തൊന്നും അവർക്ക് പോയിട്ട് നിസ്കരിച്ചിട്ടില്ല. നജാഷിയൊക്കെ മരിച്ചപ്പോൾ റസൂലുള്ള സഹാബത്തിനൊക്കെ വിളിച്ചിട്ടാണ് നിസ്കരിച്ചത്. ഈ ഉഹുദ് ശുഹദാക്കൾക്ക് റസൂൽ നിസ്കരിച്ചപ്പോൾ സഹാബത്തിനെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഉഹുദ് ശുഹദാക്കൾക്കുള്ള പ്രത്യേക ആദരവായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഹാലാണ് ശുഹദാക്കളെ നിസ്കരിക്കാതെ മറമാടുക എന്നുള്ളതാണ് പൊതു നിയമം. ഉഹുദ് ശുഹദാക്കൾക്ക് നിസ്കരിച്ചു പറയുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള അവർക്കുള്ള ഒരു ആദരവാണ്. ചിലർ പറഞ്ഞത് റസൂലുള്ള ഷഹീദാകുന്നതിന് മുമ്പ് നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഷാർത്ഥമാണ്. സലാത്ത് എന്ന ഭാഷാർത്ഥം എന്താ? ദുആയാണ്. റസൂൽ അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു എന്നാണ്, നിസ്കരിച്ചു എന്നല്ല എന്ന് അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ശുഹദാക്കൾ അവർക്കെന്തില്ല, ജനാസ സംസ്കാരമല്ല. കാരണം ആളുകൾ ജനാസ സംസ്കാരം നിർവഹിച്ചിട്ട് ദുആ ചെയ്യാൻ അവർക്ക് പാപങ്ങളില്ല. അവരുടെ ആ രക്തം ആദ്യ തുള്ളി തെറിക്കണോടുകൂടി തന്നെ അവർക്ക് പൊറുക്കപ്പെടും. അൽഹംദുലില്ലാ. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അവർക്ക് അതുകൊണ്ടാണ് നിസ്കരിക്കേണ്ട എന്ന് പറഞ്ഞത് എന്നാണ്. പക്ഷേ ഇവിടെ പിന്നെ ഉഹുദ് ശുഹദാക്കൾക്ക് റസൂൽ നിസ്കരിച്ചിട്ടില്ല, അവരെ കുളിപ്പിച്ചിട്ടില്ല. പക്ഷേ റസൂൽ വഫാത്താണിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉഹുദ് ശുഹദാക്കൾക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അതവർക്ക് പ്രത്യേകം ഒരു ആദരവാണ് എന്ന് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹി അല്ലേ, ബുഖാരിൻ്റെ റവാഹുൽ ബുഖാരി. ഇനി മസാലകൾ നമുക്ക് വരും, നമുക്കവിടെ ഇനി ഇതിൻ്റെ ഹദീസ് ബാക്കിയുണ്ട്, അതിൽ വിശദീകരിക്കാം. അടുത്ത ഹദീസ് അലിയാരുടെ ഹദീസ് അല്ലേ. വഅൻ അലി റളിയല്ലാഹു തആല അൻഹു ഖാൽ സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ തഗാലു ഫിൽ കഫൻ ഫഇന്നഹു യുസ്ലബു സരീഅൻ. റവാഹു അബൂ ദാവൂദ്. ലാ തുഗാലു, അങ്ങനെയുള്ള നിങ്ങളിലോ തഗാലു അല്ലേ, തഗാലു എന്നാണ്. തഗാലു അത് പിന്നെ തഖ്ഫീഫാക്കിയിട്ട് ലാ തഗാലു, നിങ്ങൾ പിന്നെ ദുർവ്യയം അല്ലെങ്കിൽ എന്താണ് ഗുലുവാക്കരുത്. ലാ തഗാലു ഫിൽ കഫൻ,
കഫനിൽ നിങ്ങൾ ഗുലുവ് കാണിക്കരുത്. അമിതവ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര വില കൂടി അടിപൊളിയാക്കരുത് എന്നുള്ള അർത്ഥത്തിൽ. ലാ തഖാലു ഫിൽ കഫൻ ഫഇന്നഹു, കാരണം കഫൻ യുസ്ലബു സരീഅൻ, പെട്ടെന്ന് മയ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എടുക്കപ്പെടുന്നതാണ്. എന്നാണ് പെട്ടെന്ന് അഴകുന്നതാണ്, ജീർണിക്കുന്നതാണെന്ന് അർത്ഥത്തിൽ. സെൽബ് പറഞ്ഞാൽ എന്താണോ? സെൽബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യുദ്ധത്തിൽ പ്രതിയോഗിയെ വധിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതിയോഗിയുടെ ശരീരത്തിലുള്ള വസ്ത്രം, ആയുധം, ഇതൊക്കെ വധിച്ചവനുള്ളതാണ്. അതിനാണ് സെൽബ് എന്ന് പറയുക. സെൽബ് മുതൽ എന്നാണ് അതിന് പറയാം. അപ്പോൾ അയാളുടെ വസ്ത്രം എടുക്കും, അയാളുടെ പിന്നെ യുദ്ധ ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അയാളിൽ നിന്ന് ഈ യോദ്ധാവാണ് എടുക്കുക, കൊന്നവനാണ് എടുക്കുക. അതിനാണ് സെൽബ് എന്ന് പറയാം. അപ്പം ശരീരത്തിലുള്ളത് എടുക്കുന്നതിനാണ് സെൽബ് എന്ന് പറയാം. ഇതേപോലെ ഇവിടെ ഫൈനഹു യുസ്ലബു സരീഅൻ, പെട്ടെന്ന് അവൻ്റെ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഈ വസ്ത്രം എടുക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീർണിക്കും, നുരുമ്പും. അതുകൊണ്ട് ലാ തഖാലു ഫിൽ കഫൻ, കഫനിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ലാവിഷാക്കരുത് എന്നർത്ഥം. അതായത് ഭയങ്കര വില കൂടിയത്. അലിയാരനെ പറയാറുണ്ട്. കാരണം ജീവിച്ചിരിക്കുന്ന ആളാണ് എന്ത് പിന്നെ വില കൂടിയതിനും പുതിയതിനൊക്കെ ഏറ്റവും യോഗ്യൻ. അതുകൊണ്ട് പിന്നെ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അമിതവ്യ കാണിക്കരുത് കഫൻ്റെ വിഷയത്തിൽ എന്ന് പറയാറുണ്ട്. റവാഹു അബൂദാവൂദ്, ഈ ഹദീസ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്താണ്. ഹദീസ് ദഈഫാണ്, ഹദീസ് ദുർബലാണ്. രണ്ട് ദുർബലതയാണ് ഇതിനുള്ളത്. ഒന്ന് അംർ ബിൻ ഹാഷിമിൽ നിന്നാണ് ഈ ഹദീസ്. അംർ ബിൻ ഹാഷിം ദുർബല റാവിയാണ്. രണ്ട്, അലിയാരിൽ നിന്ന് ഇമാം ആമിർ ഷാബിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അലിയാരിൽ നിന്ന് ഇമാം ആമിർ ഷാബിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആമിർ ഷാബി ഒരിക്കലും അലിയാരിൽ നിന്ന് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സനദ് മുൻകത്തിയാണ്. രണ്ട് ദുർബലത കാരണത്താൽ ഈ ഹദീസ് ദഈഫാണ്. ഖലാസ്, ഇൻഷാ അല്ലാഹ് ഇനിയും പിന്നെ നമുക്ക് ഹദീസുകൾ വരേണ്ട, മസലകൾ വരേണ്ട. അപ്പം നമുക്ക് പിന്നെ അതെ ഹദീസിൻ്റെ ആശയം സഹിയാണ്. പക്ഷേ ഈ ഹദീസ് കൊണ്ട് തെളിവെടുക്കാൻ പാടുള്ളതല്ല. ഹദീസ് ദുർബലാണ്. രണ്ട് ന്യൂനതയും അതിൽ ബലപ്പെട്ടതാണ്. അതായത് അത് ഞാൻ പറഞ്ഞതിൽ ഇപ്പം ഷഹീദന്മാർ യുദ്ധത്തിൽ ശത്രുവിനോട് പടവെട്ടിയിട്ട് മരിച്ചവരും ഷഹീദാണ്. അയാൾക്കാണ് ആദ്യ തവണ അയാളുടെ പാപം പൊറുക്കപ്പെടും. രക്തം തെറിക്കുന്നതോടുകൂടി തന്നെ പാപം പൊറുക്കപ്പെടും. അയാൾക്ക് സ്വർഗ്ഗത്തിൽ അയാളുടെ ഇരിപ്പിടം, സീറ്റ് ഉറപ്പിക്കപ്പെടും. അയാൾക്ക് ഹൂറുകളിൽ നിന്ന് അയാൾ ഇഷ്ടപ്പെടുന്നത് വിവാഹം കഴിപ്പിക്കപ്പെടും എന്നിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ അയാൾക്കാണ്. ഇതേപോലെ നമ്മൾക്ക് ഇസ്ലാമിൽ മുസ്ലിമീങ്ങളിൽ ശുഹദാക്കൾ വേറെ ഉണ്ട്, മനസ്സിലായി. അതിൽപ്പെട്ടാണ് ഹരിക്ക് തീപിടുത്തത്തിൽ മരിച്ചത്, പൊളിഞ്ഞു വീണ് അതിൽ പെട്ടത്, ആക്സിഡൻറ്റിൽ മരിച്ചത്, അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ പിന്നെ മരിച്ചതൊക്കെ ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഗർഭിണി പ്രസവത്തിൽ മരിച്ചത്, ഇതൊക്കെ ഷഹീദാണ്. അപ്പോൾ ഈ ഷഹീദന്മാരൊക്കെ ഈ ഗണത്തിൽ പെടുമെന്നുള്ളതാണ്. ഹംബലി ഫുഖഹാക്കളിൽ പലരും പറഞ്ഞത് അവരൊക്കെ ഈ ഗണത്തിലാണെന്നാണ്. അവർക്ക് നിസ്കാരമല്ല, അവരെ കുളിപ്പിക്കേണ്ട, നിസ്കരിക്കേണ്ട എന്നുള്ളത്. പക്ഷേ പിന്നെ ശരിയോടടുത്ത അഭിപ്രായം ഈ ആനുകൂല്യം ഉണ്ടല്ലോ, കുളിപ്പിക്കാൻ പാടില്ല, നിസ്കരിക്കാൻ പെടാൻ പാടുള്ളതല്ല, എല്ലാം ഇത് മറമാണെന്നുള്ളത് ശത്രുവിനോടുള്ള ഇസ്ലാമിക ജിഹാദിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉന്നതമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇസ്ലാമിക ജിഹാദിൽ വധിക്കപ്പെട്ടവർക്കാണ് ഈ ഹുക്ം. മനസ്സിലായി. മറ്റുള്ളവരുണ്ടല്ലോ, മറ്റു ഷഹീദന്മാർ, ഇതല്ലാത്ത ഷഹീദന്മാർ ഇപ്പോൾ പറയപ്പെട്ടെ, അവർക്കൊക്കെ പരലോകത്ത് ഈ ഷഹീദിൻ്റെ ദറജയാണ്. ഭൗതിക ലോകത്ത് ഇവരുടെ വിധിയല്ല അവർക്കുള്ളത്. ഭൗതികതയിൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? മറ്റു മുസ്ലിമീങ്ങളെ കുളിപ്പിക്കണ പോലെ കുളിപ്പിച്ച് അവരെ നിസ്കരിച്ചിട്ട് മറമാടണം. എന്നാൽ പരലോകത്ത് അവരെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഷഹീദന്മാരുടെ സ്ഥാനമാണുള്ളത്. ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞ ഏറ്റവും ഒരു ബലപ്പെട്ട അഭിപ്രായം. അതാണ് ഷാഫി മദ്ഹബൊക്കെ ആ വിഷയത്തിൽ, മാലിക്കി മദ്ഹബൊക്കെ. ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.